എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ നേഴ്സറിയിൽ തേങ്ങ നിറക്കുന്നതാണ്. അതായത് ചെന്തങ്ങൻ തേങ്ങ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ 3-4 കൊല്ലം കൊണ്ട് ഇതൊരു മരുന്നും കൂടിയാണ്. നമുക്ക് ഇത് പച്ചമരുന്ന് കൂടുന്ന ചെന്തങ്ങൻ തൈയാണ്. ചെന്തങ്ങൻ തൈ വെച്ചാൽ നല്ല നമുക്ക് പല സംഗതികൾക്കും ചെന്തങ്ങിൻ്റെ തേങ്ങകളും അതുപോലെ തന്നെ ഇതിൻ്റെ കൊതുമ്പും ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ചെന്തങ്ങ് പാകുന്നതാണ്. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ചോന്ന കുറുവൻ തെങ്ങും തൈയാണ്. ചോന്ന തേങ്ങ ഉണ്ട്, നല്ല പടുത്ത് ഇതുണ്ടെങ്കിൽ നല്ല കുറുവനായിട്ട് ഇത് നമുക്ക് ഇളനീം പറിച്ചിട്ട് ഇളനീം പറിക്കാനും എന്നൊക്കെ ആവശ്യത്തിന് മുറ്റത്ത് കുഴിച്ചിട്ടാൽ പറമ്പിലും വാഴക്കര കുഴിച്ചിട്ടിട്ട് നല്ലോണം ജൈവവളം ഇട്ട് കൊടുത്താൽ 3 കൊല്ലം കൊണ്ട് കായ് ഫലം നിറച്ചുണ്ടാകും. ഇത് 10-35 എണ്ണ ഉണ്ടാവും ഒരു കൊലയിൽ. അപ്പോൾ ഒരു തെങ്ങും തൈ ഇതിപ്പം വലുതായാലും ഈ മേലെ ഒരു 5-6 കൊലകളുണ്ടാകും. നല്ല കായ്ച്ചൊക്കെ ഉണ്ടാകും ചോന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പാകുന്നത്. ഇതൊരു 10 രൂപ നമ്മൾ പാകുന്നതാണ്. ഇന്ന് ഇങ്ങനെ പൊടിച്ചിട്ടുണ്ട്. ഈ പൊടിപ്പ് പോലെ ഇതുണ്ടെങ്കിൽ ഇതെല്ലാം പൊടിച്ച് എന്താ ഇത് ഇങ്ങനത്തെ ഇപ്പം കുറേ നമ്മൾ പാകിയിട്ട് ഇപ്പം പുതുമായ പെയ്യുമ്പോൾ ഇതിപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഇപ്പം തന്നെ കുഴിച്ചിടുന്നതിനുമില്ല. ഇതിപ്പം 2 മാസം കഴിഞ്ഞാൽ ആ പേക്കിലാക്കിയാൽ കൊടുക്കുക. അപ്പോൾ എല്ലാവരും കുറുവം തൈ വെക്കുക. ഇങ്ങനത്തെ കുറുവം തൈ വെക്കുക. കുറേ കുറ്റിയാടി തെങ്ങും തൈ വെക്കുക. കുറ്റിയാടി തെങ്ങും തൈ നമ്മളെത്തുണ്ട്. നമ്മളെ എല്ലാവിധ തെങ്ങും തൈയുണ്ട്. ചോമതുണ്ട്. അതുപോലെ തന്നെ എല്ലാ ജാതിയും തെങ്ങും തൈയും നമ്മൾ തരും. നിങ്ങൾക്ക് നമ്മൾ നേഴ്സറിയിൽ വരുന്നു. നമ്മൾ സ്വന്തം നേഴ്സറി സ്വന്തമായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം കുറേ തെങ്ങും തൈ നിറക്കുന്നുണ്ട്. പുതുമായ വീമണക്ക് സ്വന്തം ജൈവളമാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇത്ര ബാറിലാണ് ഞാൻ രാസവളം ഞാൻ ഉപയോഗിക്കല്. ഇങ്ങനെ 2 ബാറിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ അങ്ങ് ആക്കി വെക്കും. ഇങ്ങനെ എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഞാൻ ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കും. നേരെ ജനങ്ങൾ ഇങ്ങനെ എന്നിട്ടതിന് ശേഷം നമ്മളൊരു കയ്യിൽ മണ്ണ് ഇങ്ങനെ എടുത്തതിൻ്റെ ശേഷം നമ്മളിങ്ങനെ ഇടുക. ഒരു ബാറിലും കൂടി അതേ മാണ്ടു. അതെന്ത് ചെയ്യാൻ നമ്മൾ അതീതാ ഒന്ന് മെല്ലെ തയ്യാറാവും. വീറ്റ ശേഷം നമ്മൾ 4 പുറയും ഇങ്ങനെ ഇതാണ് തെങ്ങും തൈ. ഇതാണ് നിങ്ങൾ ഇതിങ്ങനെ ഓരോരുത്തർക്ക് വരുന്നവർക്ക് നമ്മളിങ്ങനെ കൊടുക്കും. നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി സാധനം ഗ്യാരൻറ്റിയോട് കൊടുക്കുന്ന സാധനമാണ്. അപ്പം നമ്മളെ സമീപിക്കുക. നമ്മൾ തരും നിങ്ങൾക്ക് എല്ലാവിധ സാധനങ്ങളും. ഇതിങ്ങനെ അവിടെ വെക്കുക. വീണ്ടും നമ്മൾ ഒരു സഞ്ചി വീണ്ടും എടുത്തിട്ട് നമ്മൾ ഒരു ബാറിൽ ജൈവവളം ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ എന്നിട്ട് ഈ ചെന്തങ്ങ് എടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇങ്ങനെ അങ്ങ് വെക്കും. നീറ്റതിൻ്റെ ശേഷം ഒരു 2 ബാറിൽ മണ്ണാണ് നമ്മൾ എടുക്കുക. ഇങ്ങനെ 4 പുറയുന്നു ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. അതേ മാണ്ടു. ഇനി നമ്മളിത് 4 പുറയുന്നു ഇങ്ങനെ ടൈറ്റാക്കി എടുത്തതിൻ്റെ ശേഷം 4 പുറയുന്നു ഇങ്ങനെ എടുക്കേണ്ട ശേഷം ഇപ്പാണ് എല്ലാവരും തെങ്ങും തൈ വെക്കേണ്ട സമയം. ഫസ്റ്റ് ക്വാളിറ്റി സമയമാണ് ഇപ്പം തെങ്ങും തൈ വെക്കുക. എല്ലാവരും ഏത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ എല്ലാ നേഴ്സറികളിൽ നിന്നും വാങ്ങാൻ നമുക്ക് തെങ്ങും തൈ കുറ്റിയായിട്ട് തെങ്ങും തൈ നല്ലോണം വെക്കുക. ഒരു 10 സെൻറ്റ് വരെ ഉണ്ട് നിങ്ങൾക്ക് തെങ്ങും തൈ വെച്ചിട്ട് വേനൽക്കാലം നനക്കുകയും ചെയ്താൽ 10 സെൻറ്റിന് തന്നെ നിങ്ങൾക്ക് കുറുവൻ തൈയും ചുവന്ന തെങ്ങും ഒരു 10-12 എണ്ണം വെക്കുക. 10 സെൻറ്റിൽ ആ 12 എണ്ണത്തിൽ നിങ്ങൾ നല്ലോണം ആദായമാക്കി എടുക്കുക. കുറേ വെച്ചതിനെ കൊണ്ട് കാര്യമില്ല. 10, 15, 20 വെച്ചിട്ട് ആ 20 എണ്ണത്തെ നമ്മൾ ജൈവവളം ഇട്ടതിൻ്റെ ശേഷം എല്ലും പൊടി ഇട്ടതിൻ്റെ ശേഷം അത് നനക്കുകയും ചെയ്തിട്ട് നല്ല ഇളനീരും പറിക്കുകയുള്ള തക്കാണം നല്ല 10 എണ്ണത്തെ നമുക്ക് വരുമാനം നല്ലോണം കണ്ടെത്താം. നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ വേനൽക്കാലം നനച്ചു കൊടുക്കുകയും ജൈവവളം ഇടുകയും ചെയ്താൽ നമുക്ക് നല്ല വരുമാനം തന്നെയാണ്. ആ 10 എണ്ണത്തും വന്ന് നോമ്പ് കാലത്തെല്ലാം നമുക്ക് 10 എണ്ണത്തും വന്നു ഇളന്നെല്ലാം പറിക്കുക. പിന്നെ വേറെ ആവശ്യമെല്ലാം വരും അയിമെന്ന് ഇളന്നും കൊല പറിച്ചിട്ട് കടയിൽ എത്തിച്ചു കൊടുക്കുക. തേങ്ങയും പറിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് വരുമാനം ആക്കിയെടുക്കുക. അതിൻ്റെ അടി പടുകൃഷിയും ചെയ്യുക. കലപ്പിൽ ചോലപ്പാടം എല്ലാം നന്നില്ലാത്ത മരങ്ങളുണ്ടാകുമ്പോൾ തൂപ്പുകളൊക്കെ കഴിച്ച് വെട്ടി മാറ്റി കൊടുക്കുക. അങ്ങനെയെല്ലാം ചെയ്ത് നമുക്ക് വരുമാനം കണ്ടെത്തുക. അപ്പം ഞാൻ ഇന്ന് തെങ്ങും തൈ നടക്കുന്നതാണ്. ചോന്ന തെങ്ങും തൈയാണ്ട് നിങ്ങൾക്ക് നല്ല ഒറ്റക്കട്ട ഇങ്ങനത്തതാണ് നടക്കുന്നത്. കണ്ട പൊടിപ്പ് ഇങ്ങനത്തെ തെങ്ങാണ് നമ്മളെ നേഴ്സറിയിൽ നിന്ന് എൻ്റെ നേഴ്സറിയിൽ നിന്ന് കാര്യമായിട്ട് കൊടുക്കുന്നത്. നല്ല ഗ്യാരൻറ്റി കൂടി കൊടുക്കുന്നത്. ഒക്കെ എല്ലാവരും കൃഷി ചെയ്യുക, കൃഷിയിൽ ഇറങ്ങുക. ഒക്കെ